ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ തലപ്പത്തെത്തിയിട്ട് മാസം 1 പൂർത്തിയായി കഴിഞ്ഞു. വിവാദവും വിചിത്രവുമായ നടപടികളിലൂടെ ലോകത്തെ ഞെട്ടിക്കുന്ന ട്രംപ് ഗാസയെ ഉന്നം വെച്ചിരിക്കുകയാണ്. ശാന്തിയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഗാസയെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് ട്രംപ് കുടപിടിക്കുകയാണ്. ഇസ്രയേലും ഹമാസും അംഗീകരിച്ച വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കരാർ വ്യവസ്ഥകൾ ലംഘിക്കുന്നു എന്നാണ് രണ്ട് കൂട്ടരും പരസ്പരം ആരോപിക്കുന്നത്. വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ലംഘിച്ചിരിക്കുകയാണ് ഹമാസ് എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ആരോപിക്കുന്നതും. ഗാസയിൽ വീണ്ടും പോരാട്ടം തുടരുമെന്ന സൂചനയാണ് മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഏജൻസി ഫ്രാൻസ് പ്രസിനോട് പ്രതികരിച്ചത്. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറയുകയാണ്. ഗാസയിൽ സ്ഥിതിഗതികൾ മാറാൻ സാധ്യതയുള്ളതിനാൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യവും അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ച് ഖത്തറിൽ മധ്യസ്ഥ ചർച്ച തുടങ്ങാനിരിക്കവെയാണ് രണ്ട് ഭാഗത്തു നിന്നും അസ്വാരസ്യങ്ങൾ ഉയർന്നിരിക്കുന്നത്. 1ാം ഘട്ട വെടിനിർത്തലിന്റെ നടപ്പാക്കൽ വിലയിരുത്തുവാനും ഇതുവരെ അന്തിമ രൂപത്തിൽ എത്താത്ത 2ാം ഘട്ട വെടിനിർത്തൽ കരാർ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് വീണ്ടും ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നത്. എന്നാൽ തങ്ങളുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് അയക്കുന്ന കാര്യത്തിൽ ഇസ്രയേൽ ഇതുവരെ തീരുമാനം പറയാതിരിക്കുന്നത് മുന്നോട്ടുള്ള സാഹചര്യത്തെ അപകടകരമാക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ ലംഘിക്കുന്നു എന്നാണ് ഹമാസും ആരോപിക്കുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ തങ്ങൾ പുനർചിന്തനം നടത്തേണ്ടി വരുമെന്നാണ് ഹമാസ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുന്നതിന് പകരമായി 3 ഇസ്രയേലി ബന്ദികളെ ഹമാസും ശനിയാഴ്ച മോചിപ്പിക്കുമെന്നായിരുന്നു തീരുമാനം അറിയിച്ചത്. ഇക്കാര്യമാണിപ്പോൾ സംശയത്തിലായിരിക്കുന്നതും. ട്രംപിന്റെ വരവോടെ ഈ പ്രശ്നത്തിലേക്ക് അമേരിക്ക കടന്നു വന്നതോടെ സാഹചര്യം കൂടുതൽ വഷളായിട്ടുണ്ട്. ശനിയാഴ്ച ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കാത്ത പക്ഷം വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 12 മണിക്ക് ബന്ദികൾ തിരിച്ചെത്തിയിരിക്കണം. 1 2 പേരെയോ ചെറിയ സംഘങ്ങളോ ആയിട്ടല്ല, എല്ലാവരും തന്നെ തിരിച്ചെത്തിയിരിക്കണമെന്നാണ് ട്രംപ് ഹമാസിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് തന്റെ മാത്രം അഭിപ്രായമാണെന്നും ഇസ്രയേലിന് അവരുടേതായ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ട്രംപ് ആവർത്തിച്ച് പറയുന്നത് ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടയക്കാത്ത പക്ഷം എല്ലാം പഴയതുപോലെ തന്നെ ആകുമെന്ന് തന്നെയാണ്. അതായത് ഗാസ വീണ്ടും യുദ്ധഭൂമിയാകുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ ട്രംപ് നൽകുന്നത്. ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നാണോ US പ്രസിഡന്റ് ഉദ്ദേശിച്ചതെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇസ്രയേലും മനസ്സിലാക്കും, അതുപോലെ ഹമാസും മനസ്സിലാക്കുമെന്നായിരുന്നു ട്രംപിന്റെ നാടകീയമായ മറുപടി വന്നത്.